എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2017 ഓഗസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ്. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണത് കിട്ടുന്നതെന്നുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 100 ഒബ്സർവേഷൻസ് ആർ 60 ആൻഡ് 5 റെസ്പെക്റ്റീവ്ലി. അരിത്തമെറ്റിക് മീൻ 60 എന്ന് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 എന്ന് തന്നിട്ടുണ്ട്. എത്ര എണ്ണത്തിൻ്റെയാണ്? 100 നമ്പർ. അപ്പം നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 100 ആണ്. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 3 ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 5 ദെൻ ദി ന്യൂ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, 185 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 5 അല്ലായിരുന്നു. 5 ഇൻറ്റു എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 കൊണ്ട്. ഒബ്സർവേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 3 കണ്ടാൽ മതി. 5 ഇൻറ്റു 3 ഈക്വൽ ടു 15. എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ 20 അല്ലേ എന്നാണ്. പ്ലസ് 5 കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് ആ 5 എന്നുള്ളത് വലിയ മാറ്റമൊന്നും ഇതിനകത്ത് വരുത്തത്തില്ല. അപ്പം എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞാൽ പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു ആ തന്നേക്കുന്ന സംഖ്യ ഇൻറ്റു 3 ചെയ്ത് തന്നേക്കുന്ന സംഖ്യ എന്ന് വെച്ചാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു എന്തായിരുന്നു? റൂട്ട് ഓഫ് xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ സ്ക്വയർ എന്താണെന്ന് എഴുതാം? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാമല്ലോ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് എത്ര എന്ന് കിട്ടിയത്? 60 എന്ന് കിട്ടിയായിരുന്നല്ലോ. 60 ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പം സിഗ്മ സ്ക്വയർ ഈക്വൽ ടു xi മൈനസ് 60 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? പുതിയതായിട്ട് വന്ന മാറ്റം വന്നിട്ടുള്ള സിഗ്മയാണ് കാണേണ്ടത്. അപ്പം സിഗ്മ ഈക്വൽ ടു എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ xi 3xi 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 5 കൊണ്ട് ആഡ് ചെയ്യുകയും വേണം. അപ്പം 3xi പ്ലസ് 5 മൈനസ്, ഇപ്പോൾ പുതിയതായിട്ടുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 185 ആണല്ലോ. 185 ഡിവൈഡഡ് ബൈ 100 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു സിഗ്മ 3xi പ്ലസ് 5 മൈനസ് 185 നമുക്ക് മൈനസ് 180 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് 3 ഇങ്ങ് കോമൺ ആയിട്ട് എടുക്കാം. 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 3 സ്ക്വയർ അല്ലേ? ഇതിനകത്ത് രണ്ടിടത്തും 3 സ്ക്വയർ ഇങ്ങ് കോമൺ ആയിട്ട് എടുക്കുന്നു. 3 സ്ക്വയർ ഇൻറ്റു സിഗ്മ xi മൈനസ് 60 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു സിഗ്മ xi മൈനസ് 60 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് എന്താണ്? നമ്മുടെ പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലേ? അതെന്ന് പറയുന്നത് എത്രയായിരുന്നു? 5. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 5 സ്ക്വയർ എന്ന് വെച്ചാൽ 25 ആയിരുന്നു. ഇത് ഈക്വൽ ടു 25 ആണ്. നമ്മുടെ പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണിത്. സിഗ്മ പഴയത് വെച്ചിട്ടുള്ളതല്ലേ ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 5 സ്ക്വയർ, അതായത് 25 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 3 സ്ക്വയർ ഇൻറ്റു 25 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 25, അതായത് സിഗ്മ ഈക്വൽ ടു 3 ഇൻറ്റു 5 ഈക്വൽ ടു 15 എന്ന് വരും ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 2017 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ സർക്കംസ്ക്രൈബിംഗ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0, 0, 0, 3 ആൻഡ് 3, 0?
ഓപ്ഷൻ എ 2x² + 2y² - 3x - 3y = 0. ഓപ്ഷൻ ബി x² + y² - 3x - 3y = 0. ഓപ്ഷൻ സി 2x² + 2y² - x - y = 0. ആൻഡ് ഓപ്ഷൻ ഡി x² + y² - x - y = 0. അപ്പോൾ തന്നിരിക്കുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ സർക്കംസ്ക്രൈബിങ് ദി ട്രയാങ്കിൾ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. മൂന്ന് വെർട്ടീസസ് തന്നിട്ടുണ്ട്, 0 0 0 3 3 0. നമ്മളിവിടെ എ എന്നും എ എന്നും ബി എന്നും സി എന്നും കൊടുക്കുന്നു. എ എന്ന് പറയുന്നത് 0 0, ഇവിടെ ബി 0 3 3 0. ഇതാണ് അതിൻ്റെ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ ആണിത്. അപ്പം ഈ ലെങ്ത് എന്ന് പറയുന്നതും ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. നമ്മൾ ഒ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആയിരിക്കും. ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി. റീസൺ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ആണ് കാണേണ്ടത്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് സെൻറ്റർ എച്ച് കെയും റേഡിയസ് ആറും ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. നമുക്ക് എന്തൊക്കെ വേണം? റേഡിയസും വേണം, സെൻറ്റർ എച്ച് കെയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒ എയും ഒ ബിയും ഒ സിയും എടുക്കുന്നു. ഇവിടെ ഒയ്ക്ക് നമ്മൾ എച്ച് കെ എന്നുള്ളൂ, സെൻറ്റർ എച്ച് കെ. അപ്പം നമ്മുടെ ഒ എ ഈക്വൽ ടു എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുന്നത്? എച്ച് മൈനസ് 0 ദി ഹോൾ സ്ക്വയർ പ്ലസ് കെ മൈനസ് 0 ദി ഹോൾ സ്ക്വയർ എന്നിങ്ങനെ വരും. h² പ്ലസ് k² എന്ന് കിട്ടും. ഇതിൽ തന്നെ ഒ ബി എന്ന് പറയുന്നത് ഒ ബി ഈക്വൽ ടു എച്ച് മൈനസ് 0 ദി ഹോൾ സ്ക്വയർ പ്ലസ് കെ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു h² പ്ലസ് കെ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. ദെൻ ഒ സി ഈക്വൽ ടു h minus 3 the whole square plus k minus 0 the whole square equal to h minus 3 the whole square plus k square. ഇവിടെ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. അപ്പം നമുക്ക് ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് എടുക്കാം. ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് എടുക്കാം. നമുക്ക് h² പ്ലസ് k² ഈക്വൽ ടു h² പ്ലസ് കെ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? h² പ്ലസ് കെ മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. കെ മൈനസ് 3 ദി ഹോൾ സ്ക്വയറിന് നമുക്ക് a² മൈനസ് 2ab പ്ലസ് b² എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോൾ പ്ലസ് 9. ദെൻ ഇവിടെ h² k² ക്യാൻസലായി പോവും. ദെൻ 0 ഈക്വൽ ടു മൈനസ് 6k പ്ലസ് 9 എന്ന് കിട്ടും. ദെൻ 6k ഈക്വൽ ടു 9, k ഈക്വൽ ടു 9/6 ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. നമുക്ക് k ഈക്വൽ ടു 3/2 എന്ന് കിട്ടി. ഇനി h കാണണം. നമുക്ക് ഇനി ഒ എ ഈക്വൽ ടു ഒ സി എന്ന് എടുക്കാം. ഒ എ ഈക്വൽ ടു ഒ സി എന്നുള്ള ഇതെടുക്കുമ്പോൾ ഒ എ എന്ന് പറയുന്നത് h² പ്ലസ് k², ഒ സി എന്ന് പറയുന്നത് h മൈനസ് 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് k² അല്ലേ? അപ്പോൾ h² മൈനസ് 6h പ്ലസ് 9 പ്ലസ് k². ഇവിടെയും k² h² രണ്ടിടത്തും ക്യാൻസലായി പോവും. ദെൻ 6h ഈക്വൽ ടു 9 എന്ന് കിട്ടും. ദെൻ h ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അപ്പം നമ്മുടെ സെൻറ്റർ എന്തെന്ന് കിട്ടി? സെൻറ്റർ 3/2 3/2 എന്ന് കിട്ടി. HK എന്ന് പറയുന്നത് സെൻറ്റർ HK ഈക്വൽ ടു 3/2 3/2 എന്ന് കിട്ടും. നമുക്ക് സെൻറ്റർ എന്ന് പറയുന്നത് HK, സെൻറ്റർ HK എന്ന് പറയുന്നത് 3/2 3/2 എന്ന് കിട്ടി അല്ലേ? 3/2 3/2 എന്ന് കിട്ടി.
എനിക്ക് ആറ് കണ്ടുപിടിക്കാമല്ലോ. ആറ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3/2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 3/2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9/4 പ്ലസ് 9/4 ഈക്വൽ ടു 18/4 എന്ന് കിട്ടും. 18/4 നമുക്ക് 3√2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. നമുക്കതിന് റേഡിയസും കിട്ടി, സെൻറ്ററും കിട്ടി. ഇതിനെ ഒന്നും കൂടെ വേണമെങ്കിൽ 3/√2 എന്ന് എഴുതാം. 3/√2. അതായത് നമുക്കിവിടെ സെൻറ്ററും കിട്ടി, റേഡിയസും കിട്ടി. നമുക്കിനി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എഴുതാമല്ലോ. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ x minus 3/2 the whole square plus y minus 3/2 the whole square equal to r square. r square എന്ന് പറയുന്നത് 9/2. then ഇതിനെ ഒന്ന് വിപുലീകരിച്ച് എഴുതുന്നു. x square minus 2 into x into 3/2 plus 9/4 plus y square minus 2 into y into 3/2 plus 9/4 equal to 9/2. ഇവിടെ ഈ 9/4 9/4 കൂടെ നമുക്ക് 2 into 9/4 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്? 9/2 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോവും. പിന്നെ വരുന്നത് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആവും. മൈനസ് 3x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 3y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. Next question. In the figure below, a square is drawn with two sides on the lines x plus y equal to 1 and x plus y equal to 2. What is the area of the square? Option A 1, option B 1/2, option C 1/3 and option D 1/4. ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണിത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നുള്ള ലൈനാണിത്. അപ്പം ഇവിടെ ഒരു സ്ക്വയർ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ആയിരിക്കുമല്ലോ. സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എ ആവും അല്ലേ. നമ്മൾ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഇതിൻ്റെ ഈ ലൈനിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 then x plus y equal to 2. ഇവിടെ കോൺസ്റ്റൻറ്റിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അല്ലേ. ബാക്കി രണ്ടെണ്ണത്തിന് കോയിഫിഷ്യൻ്റ് ഈക്വൽ ആണ്. നമ്മൾ ഈ രീതിയിൽ ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചിരുന്നു. d ഈക്വൽ ടു മോഡുലസ് c2 മൈനസ് c1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് c1 എന്ന് പറയുന്നത് c2 എന്ന് പറയുന്നത് 2 ആണ്. then 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എ, വൈയുടെ കോയിഫിഷ്യൻ്റ് ബിയും. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? 1 ആണത് എ. ബി എന്ന് പറയുന്ന വൈയുടെ കോയിഫിഷ്യൻ്റ് 1. then 1 പ്ലസ് 1 ഈക്വൽ ടു മോഡുലസ് 2 മൈനസ് 1 ബൈ റൂട്ട് 2. അപ്പോൾ ഡി എന്ന് പറഞ്ഞ എന്താണ്? ഒരു സൈഡാണ് അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു ആണ് ഡി. ദെൻ എ ഈക്വൽ ടു നമുക്ക് 1/√2 എന്ന് കിട്ടും. കാണേണ്ടത് എന്താണ്? എ സ്ക്വയർ ആണ് കണ്ടത്. ഏരിയ എ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എന്ന് വരും 1/2. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. Next question. The point of intersection of the lines x by a plus y by b equal to 1 and x by b plus y by a equal to 1 lies on the line. Option A x plus y equal to 0, B x plus y equal to 1, option C x minus y equal to 0 and option D x minus y equal to 1. ഇവിടെ രണ്ട്
ലൈൻ തന്നിട്ടുണ്ട് അല്ലേ, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അടുത്തെന്ന് പറയുന്നത് എക്സ് ബൈ ബി പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1. ഇനി നമുക്ക് ബി എക്സ് പ്ലസ് എ വൈ ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു 1. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരും എ ബി എന്ന് എഴുതാം. ബി എക്സ് പ്ലസ് എ വൈ ഈക്വൽ ടു എ ബി എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ ഇവിടെ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ബി എന്ന് വരും. ഇവിടെ നമ്മളിതിന് ഇക്വേഷൻ 1 എന്നിട്ട് കൊടുക്കുന്നു, ഇക്വേഷൻ 2 എന്ന്. ഇനി ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് നമ്മളൊരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനകത്ത് ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാണെന്ന് വെച്ചാൽ എന്നിട്ട് ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടേം അങ്ങ് എലിമിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇക്വേഷൻ 1 നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ ഇൻറ്റു ഇക്വേഷൻ 1. അത് പറയുന്നത് എ ബി എക്സ് പ്ലസ് എ ഇൻറ്റു എ സ്ക്വയർ വൈ ഈക്വൽ ടു എ സ്ക്വയർ ബി. then equation 2b into equation 2. അപ്പോൾ എന്ത് വരും, എ ബി എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ ഈക്വൽ ടു എ ബി സ്ക്വയർ. നമ്മുടെ ഈ ഫസ്റ്റ് ടേം അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ, ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം അങ്ങ് എലിമിനേറ്റ് ചെയ്തു പോകും അല്ലേ. then ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുന്നു. then എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയർ. ഇതിനകത്തുനിന്ന് എ ബി കോമൺ ആയിട്ട് എടുക്കാമല്ലോ, എ ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു എ ബി ഇൻറ്റു എ മൈനസ് ബി. y ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, ഒരു എ മൈനസ് ബിയും ക്യാൻസലായി പോവും. ദെൻ y ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് കിട്ടും. നമ്മൾ ഈ വൈയുടെ ടേം നമ്മുടെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. എ ബി നമ്മുടെ ഇക്വേഷനാണ് എ ബി എക്സ് പ്ലസ് എ സ്ക്വയർ വൈ അല്ലേ. ഇക്വേഷൻ ഇതിനകത്ത് ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ 1 നമ്മൾ y എന്നുള്ള ടേം ഇട്ട് കൊടുക്കുന്നു. ദെൻ ബി എക്സ് പ്ലസ് എ ഇൻറ്റു എ ബി ബൈ എ പ്ലസ് ബി ഈക്വൽ ടു എ ബി. ദെൻ ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ സ്ക്വയർ ബി ഈക്വൽ ടു എ ബി ഇൻറ്റു എ പ്ലസ് ബി. then b into a plus b equal to a square b plus a b square minus a square b. ഇവിടെ ഈ മൈനസ് എ സ്ക്വയർ ബിയും പ്ലസ് എ സ്ക്വയർ ബിയും ക്യാൻസൽ ആയിപ്പോൾ ദെൻ ഇതൊരു എക്സ് ഉണ്ട് ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടുത്തെ ഒരു ബിയും ക്യാൻസലായിപ്പോൾ ദെൻ എക്സ് ഈക്വൽ ടു നമുക്ക് എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് കിട്ടും. ഇവിടെ y ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്ന് കിട്ടി, എക്സ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ആണല്ലോ. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. നമ്മുടെ ഓപ്ഷനകത്ത് നോക്കേ, ഓപ്ഷൻ സി ആണല്ലേ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. നെക്സ്റ്റ്, ഇൻ എ ക്ലാസ് റൂം ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ടു ദി നമ്പർ ഓഫ് ബോയ്സ് ഈസ് 3:2. If 25% of the boys leave the room, what does this ratio become? അപ്പം നമ്പർ ഓഫ് ഗേൾസിൻ്റെയും നമ്പർ ഓഫ് ബോയ്സിൻ്റെയും റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, 3:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 3 എന്നും നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്ന റേഷ്യോ ആണ് 2. നമ്പർ ഓഫ് ഗേൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 എന്നും നമ്പർ ഓഫ് ബോയ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 എന്നും തന്നിട്ടുണ്ട്. 25% ഓഫ് ബോയ്സ് റൂമിൽ നിന്ന് പോയി.
അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് Next question. In a classroom, the ratio of the number of girls to the number of boys is 3:2. If 25% of the boys leave the room, what does this ratio become? Option A 2:3, option B 4:3, option C 2:1 and option D 9:7. ഒരു ക്ലാസ് റൂമിലുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എത്രയാണ് ബോയ്സിൻ്റെ ഗേൾസിന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഗേൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3ഉം ബോയ്സിൻ്റെത് 2 എന്നുമാണ് തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 25% ഓഫ് ബോയ്സ് റൂമിൽ നിന്ന് പോയി. അപ്പോൾ ബാക്കി വരുന്ന ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോസ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പം ഗേൾസിൻ്റെ റേഷ്യോയിൽ എന്താണ് മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് പെർസെൻറ്റേജ് കാണാനല്ലേ, അപ്പം നമുക്കിവിടെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എടുത്തു. ഇവിടെ 300 എന്നും 200 എന്നുമായി. ഇപ്പോൾ 200 ബോയ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് 25% പോയി. അപ്പം ബാക്കി എത്ര ഉണ്ട്? 75% കുട്ടികൾ അവിടെ ഉണ്ടല്ലേ. അപ്പോൾ 200ൻ്റെ 75% എന്ന് പറയുമ്പം ഇവിടെ 0 ക്യാൻസലായി പോവും. ദെൻ 150 എന്ന് വരും. അപ്പം പുതിയ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ കാണാം. ഗേൾസ് 300 ഡിവൈഡഡ് ബൈ 150 അന്നേരത്തെ 2/1 എന്ന് കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. Next question. In the triangle shown below, what is the length of side opposite the 45° angle? Option A 2√2, option B 4√2, option C 2√3, option D 4√3. ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 105° ആണെന്നും ഇവിടെ 45° ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 45°, ഇവിടെ 105 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 30° ആയിരിക്കും അല്ലേ. ദെൻ നമുക്കറിയാം 3 വശങ്ങളും 3 ആംഗിളും 3 സൈഡും അറിയാമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. A/sin A equal to B/sin B equal to C/sin C. ഇവിടെ നമ്മൾ A എന്നും B എന്നും C എന്നും കൊടുക്കുന്നു. ഇവിടെ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. എയുടെ ഓപ്പോസിറ്റ് സൈഡ് എ എന്ന് കൊടുക്കുന്നു. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സി എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 3 ആംഗിൾ അറിയാം, ഒരു സൈഡ് അറിയാം അല്ലേ. എ എന്നുള്ള സൈഡ് അറിയാം, ബി സി, അതായത് ബി സി നമുക്കറിയാം, 4 എന്നും അറിയാം. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് കൊടുക്കുന്നു A/sin A ഈക്വൽ ടു B/sin B എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 45° ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A/sin A ഈക്വൽ ടു B/sin B. എ എന്ന് പറയുന്നത് 4 എന്നറിയാം, 4 ഡിവൈഡഡ് ബൈ സൈൻ എ. സൈൻ എയുടെ ആംഗിൾ എത്രയാണ്? 30° ഈക്വൽ ടു B/sin B. B ഡിവൈഡഡ് ബൈ സൈൻ ബി എന്ന് പറയുന്നത് 45°. അപ്പം 4 ഡിവൈഡഡ് ബൈ സൈൻ 30 എത്രയാണ്? 1/2 ഈക്വൽ ടു B/sin 45° എന്ന് വെച്ചാൽ 1/√2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബി എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? B ഈക്വൽ ടു 4√2 എന്ന് കിട്ടും അല്ലേ. B ഈക്വൽ ടു 4√2. ഇവിടെ നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും, നമ്മുടെ എക്സാം ഡേറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ജാനുവരി 10th നമ്മുടെ എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും. അപ്പോൾ എല്ലാവരും പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കും. ആദ്യം പോർഷൻ വൈസ് ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, എന്നാലേ നമുക്ക് അതിനകത്തൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും സൈക്കോളജി, പെഡഗോജി, ഇംഗ്ലീഷ് ഓർ മലയാളം അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുകയല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.